കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു പ്രീമിയം ഡിസൈനുള്ള ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ടെക്നോയുടെ സ്പാർക്ക് ഗോ 2 എന്ന് പറഞ്ഞ മോഡൽ പരിഗണിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് 6999 ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇതിനേക്കാളും മുന്നിലാണ്. എന്തെന്നാൽ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കാം. 6.67 ഇഞ്ചിൻ്റെ IPS HD+ ഡിസ്പ്ലേ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഈ പ്രൈസ് സെഗ്മെൻറ്റിലേക്ക് ഒരു 120 ഹെർട്സ് റിഫ്രഷ് റേറ്റോട് കൂടിയ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഈ ഫോണിന് 2 സിമ്മും മെമ്മറി കാർഡും അറ്റ് ടൈം തന്നെ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ ഈ ഫോണിൻ്റെ ബോട്ടം സൈഡിൽ നോക്കിയാൽ മറ്റു ഫോണുകളിൽ ഇപ്പോൾ ഒഴിവാക്കുന്ന ഹെഡ്ഫോൺ ജാക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ മൈക്ക്, ടൈപ്പ് സി പോർട്ട്, അതുപോലെ അതിനോട് ചേർന്ന് തന്നെ സ്പീക്കർ ഗ്രില്ലും കാണാം. സൈഡ് വശം നോക്കിയാൽ വോളിയം കീ ബട്ടണും അതുപോലെ തൊട്ട് താഴെയായിട്ട് പവർ ബട്ടണും കാണാം. ഈ പവർ ബട്ടണിൽ കൂടെ തന്നെ ഫിംഗർ പ്രിൻറ്റ് ലോക്കും ഇതിന് നൽകിയിരിക്കുന്നു. ഈ ഫോണിന് മറ്റൊരു ലോക്കെന്ന് പറയാൻ ഫേസ് ലോക്കും നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ പവർ ബട്ടൺ ലോങ് പ്രസ്സിലൂടെ AI വോയിസ് അസിസ്റ്റൻറ്റ് കൺട്രോളായും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈ ഫോണിൻ്റെ ബോക്സിനുള്ളിൽ ഒരു 10 വാൾട്ടിൻ്റെ ടൈപ്പ് സി ചാർജറും നൽകിയിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ബാക്ക് പൗച്ചും നൽകിയിട്ടുണ്ട്. ഇനി ഈ ഫോണിൻ്റെ ക്യാമറ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 13 മെഗാ പിക്സലിൻ്റെ ഒരു ഫുൾ HD അല്ലെങ്കിൽ 2K വരെ മാക്സിമം റെസൊല്യൂഷനിൽ റെക്കോർഡ് ചെയ്യാവുന്ന ഒരു ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സലാണ് നൽകിയിരിക്കുന്നത്. ഇതിനും ഫുൾ HD അല്ലെങ്കിൽ 2K വരെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈ ഫോണിൽ മാക്സിമം 10x വരെ സൂം ചെയ്തിട്ടുള്ള ഫോട്ടോകൾ എടുക്കാനും അതുപോലെ പോർട്രേറ്റിൽ ഫോട്ടോ എടുക്കാനും ഡോക്യുമെൻ്റ്, ഡുവൽ വീഡിയോ ഓപ്ഷൻസ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൻ്റെ ക്യാമറയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ പ്രോസസ്സർ സൈഡ് നോക്കുകയാണെങ്കിൽ യൂണിസോക്കിൻ്റെ 77250 ഒക്ടാകോർ പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. 2,61,000 ആൻഡ്രോയിഡ് സ്കോറും ലഭിച്ചിരിക്കുന്നു. LPDDR4X 4GB റാമും അതുപോലെ 4GB എക്സ്റ്റൻഡഡ് റാം ഫീച്ചേഴ്സും ഇതിൽ നൽകിയിരിക്കുന്നു. 64GB സ്റ്റോറേജും നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ SD കാർഡിലൂടെ കൂടുതൽ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാവുന്നതാണ്. ഈ ഫോണിന് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വെർഷൻ 15 ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ AI ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് റിമൂവിങ്, നമ്മളെടുത്ത ഫോട്ടോസിൻ്റെ ആവശ്യമില്ലാത്ത പാർട്ടുകൾ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗപ്പെടുത്താം. ക്ലാരിറ്റി കുറഞ്ഞ ഫോട്ടോനെ ക്ലാരിറ്റി കൂട്ടുവാനായിട്ട് മറ്റൊരു ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട്. അതുപോലെ ക്രോപ്പ് എടുത്ത ഫോട്ടോനെ വൈഡ് ആംഗിളാക്കി മാറ്റുവാനും വേറൊരു ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട്. അതുപോലെ സർക്കിൾ ടു സെർച്ച് എന്ന ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഫീച്ചേഴ്സാണ് നോയ്സ് ക്യാൻസലേഷൻ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന മറ്റൊരു നല്ല ഫീച്ചേഴ്സാണ് നോയ്സ് ക്യാൻസലേഷൻ. നമ്മൾ കോൾ വിളിക്കുന്ന സമയത്ത് നമ്മുടെ പുറകിലുള്ള നോയ്സിനെ കുറയ്ക്കുകയും നല്ല സംഭാഷണം നൽകാനായിട്ട് ഈ നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചേഴ്സ് നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ നിങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഫോണിൽ ഇൻക്ലൂഡിംഗ് വോയിസ് റെക്കോർഡിംഗ് ഫീച്ചേഴ്സും നൽകിയിരിക്കുന്നു. ഈ ഒരു ഫോൺ IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ബ്ലൂ ലൈറ്റ് കുറഞ്ഞ SGS സർട്ടിഫിക്കേഷനും നൽകിയിരിക്കുന്നു. 5000 mAh ബാറ്ററിയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. 15 വാൾട്ട് ഫാസ്റ്റ് ചാർജർ വരെ മാക്സിമം ഇതിന് സപ്പോർട്ട് ചെയ്യും. 4 കളറിലാണ് ഈ ഫോൺ വരുന്നത്: ബ്ലാക്ക്, ഗ്രേ, ഗ്രീൻ, വൈറ്റ്. 6,999 രൂപയ്ക്ക് ഈ ബഡ്ജറ്റിൽ വാങ്ങാവുന്ന ഏറ്റവും മികച്ച ഫോൺ തന്നെ എന്ന് പറയാം.